അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പാണിയേലിപ്പോര് അതിൻ്റെ എൻട്രൻസിലാണ്. അപ്പം ഞങ്ങൾ കോടനാട് അഭയാരണ്യം കണ്ട് നേരെ വന്നത് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ പാണിയേലിപ്പോരിലെ വിശേഷങ്ങളെല്ലാം അടങ്ങിയതാണ്. കാടല്ലേ, അതിൽ ഓടിച്ചു മാത്രം നല്ല സുഖം, തണുപ്പുണ്ട്. പാർക്കിങ് 10 രൂപ. അപ്പം നമ്മൾ എൻട്രൻസിൽ നിന്ന് ഫീസ് ഒരാൾക്ക് 50 രൂപ, ബൈക്കിന് 10 രൂപ പാർക്ക് ചെയ്ത് ഞങ്ങൾ അകത്തോട്ട് നടക്കുകയാണ്. ഇത് ഇവിടെയും കാടാണ്. അത് വരുന്ന വഴിക്ക് കണ്ടാൽ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ സൈഡിൽ ഇങ്ങനെ കാണാം. അപ്പോൾ ഇവിടെ എന്തേ അവിടെ ഫെൻസിങ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ വരുന്ന വഴി കറക്റ്റായിട്ടുണ്ട്, ഇവിടെ കറക്റ്റ് അറിയുന്നില്ല, ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ഇവിടെ ഉണ്ടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങൊക്കെ പണിയുന്നതിൻ്റെയാണ് തന്നെ. ഓ, പകുതി കേസ് നിർത്തിയത് എന്താണോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടുത്തെ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 8 തൊട്ട് വൈകിട്ട് 4 മണി വരെയാണ്. 4 മണി ടിക്കറ്റ് ടൈം. പിന്നെ 4 തൊട്ട് 4:45 വരെ നമ്മളവിടെ നിർത്തും. 4:45 നമ്മളവിടുന്ന് തിരിക്കണം. നോ ലിക്കർ നോ സ്മോക്കിംഗ്. ഇത് നമ്മൾ ഏകദേശം അടുത്തെത്തിയെന്നാണ്. ഇവിടെ നല്ല വെള്ളത്തിൻ്റെ സൗണ്ട് നല്ല അടിപൊളിയായിട്ട് കേൾക്കാം. ഇവിടെ ഒരു കോഷൻ ബോർഡ് ഉണ്ട്, വൈൽഡ് എലിഫൻറ്റ്. അപ്പോൾ ആനകളൊക്കെ ക്രോസ് ചെയ്യാൻ ചാൻസ് ഉള്ള വഴികളാണ് തോന്നുന്നു. ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട്. ഇവിടെ നല്ല തണലല്ലേ. നല്ല അടിപൊളിയല്ലേ, നല്ല തണലും നടക്കാനുള്ള നല്ല അടിപൊളി വഴിയും. ഇവിടേക്ക് ഇരിക്കാനൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട്. ഒരു സൈഡിൽ കാടും നല്ല ഉഗ്രം കാടും, അപ്പുറത്തെ സൈഡിൽ നമ്മുടെ പാണിയേലിപ്പോര്. ഇത് കണ്ടത് ഇവിടെ നല്ല അടിപൊളി ഒരു ഏറുമാടമുണ്ട്. പക്ഷേ അതിപ്പോൾ കയറാൻ പറ്റത്തില്ല. കോണി അപകടത്തിൽ കയറരുത്. ഇത് ഇവിടുത്തെ ചേച്ചി പറഞ്ഞത് ഇവിടെ ആന വന്ന് നശിപ്പിച്ചതെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് കയറാൻ പറ്റുന്ന അടിപൊളിയായിരുന്നു. കാരണം അതിന് മുകളിൽ നിന്ന് നല്ലൊരു വ്യൂ കിട്ടിയാനായിരുന്നു. അവിടെ വ്യൂവിനുള്ള നല്ലൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ അത് ആന, ഞാനും പറഞ്ഞു ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലെ ആന വരുമെന്നാണ്. അല്ലെങ്കിൽ ഇതുപോലെ ഇത് കടന്നും ആനകൾ ഇങ്ങോട്ട് വരും. ഇപ്പോൾ സമയം ഏകദേശം 3:30 കഴിഞ്ഞു. അത് കാരണം അതൊന്നും ആളുകളൊന്നും വലുതായിട്ടില്ല. കുറച്ച് പേരൊക്കെ തിരിച്ചു പോകുന്നേ കണ്ടുള്ളൂ. ഇത് നല്ലൊരു അടിപൊളി ഏരിയ. മഴയും കൂടി കൊണ്ടുവരാൻ ചിലപ്പോൾ വേറൊരു നല്ലൊരു വ്യൂ കിട്ടിയാനല്ലേ. ഇവിടെ എല്ലാം ആളുകൾ ഇറങ്ങാതിരിക്കാണ്ട് കയറൊക്കെ കെട്ടി വെച്ചേപ്പുണ്ട്. പക്ഷെ ആന ഇത് ക്രോസ് ചെയ്ത് വരുമെന്ന് പറയുമ്പോഴേ അല്ലേ, ആഴയില്ലെന്ന് തോന്നില്ലേ. ഈ ഒഴുക്കായിരിക്കും നല്ല സ്പീഡിലുള്ള. ഇത് അവിടെ നോക്കി കല്ലൊക്കെ കെട്ടി കിടക്കുന്നുണ്ട്. ഇങ്ങനെ കറങ്ങി പോകണമല്ലേ. ഇതാ നമ്മളിന്നാ പാറ. അപ്പം ഇതിൻ്റെ സൈഡിൽ കൂടി വഴിയുണ്ട്. ഇതിലെ വേണം നമുക്ക് അങ്ങോട്ട് നടന്നു പോകാം. ഇത് നമുക്ക് കുറച്ചധികം നടക്കാനുണ്ട് ഉള്ളിലോട്ട്.
ഇവിടെ ചേച്ചിമാരൊക്കെ പറയുന്നത് ഫെൻസിങ് ഉണ്ടെങ്കിൽ ആനകളൊക്കെ രാത്രി വരും എന്നാണ് പറയുന്നത്. കുറച്ച് നടക്കാണ്ട് നമുക്കത് മടുപ്പ് തോന്നത്തില്ല. കാരണം ഈ ഒരു കാടിൻ്റെ ആ ഒരു ഭംഗിയും പിന്നെ തണലും എല്ലാം കൊണ്ട് നല്ലൊരു ഇതാണ്. ഇവിടെയും ബോർഡുണ്ട്, ഇത് വൈൽഡ് എലിഫൻറ്റ് കോഷൻ. ഇത് നല്ല സൂപ്പർ ഗെയിം ഓഫ് ത്രോൺസിലെ ത്രോൺ പോലുണ്ട്. ഈ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ടായിരിക്കണം. ഇത് കണ്ടില്ലേ, ഇരിക്കാൻ സ്ഥലങ്ങൾ, പക്ഷെ അതുപോലെ തന്നെ കുറേ നാളെയുമ്പോഴേ നശിച്ചു പോകുന്നുണ്ട്. മഴയൊക്കെ പെയ്ത് ഉറഞ്ഞു പോകുന്നതാണ്. ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇവിടെ. അത് അത്യാവശ്യം നല്ലൊരു പ്ലേ ഏരിയ ഉണ്ട്. ഇവിടുത്തെ നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഫോളോ ചെയ്യണം. ഒന്നുമില്ല, ഗൈഡുകൾ പറയുന്ന കേൾക്ക്. കാരണം വെള്ളമല്ലേ, അപകടങ്ങൾ എപ്പോഴാണെങ്കിലും ഉണ്ടാകാം. പിന്നെ കാട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക, പ്ലാസ്റ്റിക്കുകളൊന്നും ഇടാതിരിക്കുക, അങ്ങനെയുള്ള അത് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയണ്ടല്ലേ, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കാടിൻ്റെ ഭംഗി അതുപോലെ നിലനിൽക്കണമെങ്കിൽ പ്ലാസ്റ്റിക് ഒന്നും ഇട്ട് കാടിനെ നശിപ്പിക്കാതിരിക്കണം. ഇപ്പോൾ ഇവിടം വരെയാണ് നമ്മൾ അലൗഡ് ആയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ആളുകൾ കുളിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് അവിടെ ക്രോസ് ചെയ്തിട്ടേക്ക് കയറ് കെട്ടിയേക്കും. ഇതാണ് ഡെഡ് എൻഡ്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങോട്ടൊക്കെ ആരെയൊക്കെ ഇട്ടേ പോകുന്നുണ്ട്. ഇനി അതിൽ പോകാൻ പറ്റുമെന്ന് അറിയില്ല. ക്രോസ് ചെയ്ത് ഇങ്ങനെ ചോദിച്ചു നോക്കാം. നല്ല അടിപൊളി വ്യൂ. ഈ കാണുന്നില്ല, ഇത് പാലങ്ങളാണ്. ഇത് പാലമാണ്. അത് വെച്ചാൽ ഇപ്പോൾ ഈ വെള്ളം കുറയുമ്പോഴത്തേക്കും ഇവിടെ പാലം ഇടും. എന്നിട്ട് ആളുകൾ അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ ഈ വെള്ളം കൂടുതലായിരുന്നു. സാധാരണ ഈ സമയത്തൊന്നും ഇവിടെ തുറക്കാത്തതാണ്. ഇപ്പോൾ ഈ വർഷകാലത്തിൽ മഴയുള്ള സമയത്ത് നമുക്ക് ആദ്യം കണ്ട അവിടം വരെ ഉള്ളൂ, ഇങ്ങോട്ടേക്കില്ല. ഇപ്പം മഴ കുറവായതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് വിടുന്നത്. വെള്ളം കുറയുമ്പോഴത്തേക്കും ഇവിടുന്ന് പാലം ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് നടന്നൊക്കെ പോകാൻ പറ്റും. സാധാരണഗതിയിൽ ഈ സമയത്തൊന്നും ഇവിടം വരെ ഇല്ലാത്തതാണ്. 2018 വെള്ളപ്പൊക്കത്തിന് ഈ ഒരു മരത്തിൻ്റെയൊക്കെ മുകളിൽ വരെ വെള്ളം പൊങ്ങിയിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ഒരു ഗാർഡ് പറഞ്ഞത്. പിന്നെ അവിടെയൊക്കെ ആയിട്ട് മൊത്തം ഇവിടെയൊക്കെ ആ ഭാഗത്തൊക്കെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയെന്ന്. എല്ലാം ആ വെള്ളപ്പൊക്കത്തിൽ കടപുഴകിപ്പോയി. ഇതെവിടെയൊക്കെ ആന വന്നതിൻ്റെ ഇതാണെന്നാണ് പറഞ്ഞത്. പകലൊന്നുമില്ല, രാത്രി ഇല്ലാതെ എപ്പോൾ വേണേലും ആനകൾ വരാം. ഇതതിൻ്റെ ആണെന്നറിയില്ല, പക്ഷേ ഇത് ആണ്. ആനപ്പിണ്ടം നോക്കി. ഇതെന്തായാലും അധികം പഴയതല്ലല്ലേ? ഒന്ന് രണ്ട് സാധാരണ ഇപ്പോൾ അവിടെ ഞങ്ങൾ കാൽപ്പാടുകൾ കണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആയിരിക്കണം. ഇവിടുത്തെ ഗാർഡ് പറഞ്ഞതനുസരിച്ച് ഇതും പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമാണ്. ഇവിടെ കരടിയും കടുവയും എല്ലാം ഉണ്ട്. പക്ഷേ അത് രാത്രികളിലാണ്. പക്ഷെ ഇങ്ങോട്ട് അധികം ഇല്ലെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ രാത്രിയിലാണ് അത്. പക്ഷെ പകൽ ആനകളെന്ന് പറഞ്ഞാൽ പകലൊന്നും രാത്രിയൊന്നുമില്ല, എപ്പോൾ വേണേലും വരാം. ഈ 3-4 ദിവസം മുമ്പേ കണ്ട് ഇവിടെ 10-13 ആനകൾ വന്നായിരുന്നു. അത് ഇവർ രാവിലെ 8 മണിക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ആദ്യം ഇവരിവിടെ ഒന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിന് ശേഷമേ ഇവർ ആളുകളെ ഇങ്ങോട്ട് കടത്തി വിടത്തുള്ളൂ. അപ്പുറത്തൊക്കെ കുറേ ഇത് കാണാം, സ്പേസ് കണ്ട. അവിടെയൊക്കെ ആനകൾ വന്നിരിക്കാൻ നല്ലൊരു വ്യൂ കിട്ടിയതിനായിരുന്നു. പക്ഷെ ആനകളൊക്കെ അവിടെ വരുമെന്നാണ് പറയുന്നത്.
ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. കാണാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഒരു ഭാഗ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇപ്പം വർഷകാലം ആണ്, പക്ഷേ മഴ അധികം ഇല്ലാത്തതുകൊണ്ടാണ്. മഴ നല്ല സമയത്തുള്ള ഇവിടം വരെ നമ്മളെ വിടത്തുള്ളൂ. അതിന് അങ്ങോട്ട് ആളുകൾ കുളിക്കുന്നൊക്കെ ഇരുന്നു, അപ്പോൾ അങ്ങോട്ട് വിടത്തില്ല. കാരണം ഇവിടെ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള. പിന്നെ നമ്മളെ കുളിക്കുന്ന പോകത്തില്ല, അവിടെ ഇങ്ങനെ ഒരുപാട് ഈ ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ട് നടുക്കൊക്കെ. അപ്പോൾ അതിലൊക്കെ പെട്ട് അപകടങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കരുത്. നമ്മളാ ഇപ്പം വെള്ളം കുറഞ്ഞ സമയത്താണെങ്കിലും നമുക്ക് കാണാൻ പറ്റും ചെറിയ കുഴികളൊക്കെ ആയിട്ട്. പക്ഷെ നമ്മൾ ഉള്ളിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴും അതുപോലെ ഈ ഒരാൾ താഴ്ചയിലൊക്കെ അല്ല അതുപോലെയൊക്കെ വലിയ കുഴികൾ കാണും. അപ്പോൾ അതിൻ്റെയൊക്കെ അകത്ത് വിട്ടുപോയി കഴിഞ്ഞാൽ പാട് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് മുങ്ങി പോകാൻ ചാൻസ് ഉള്ള ഏരിയ ആണെന്ന്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇറങ്ങാനൊക്കെ. അപ്പോൾ അതുപോലെ വരുന്നവർ ഒന്ന് എൻക്വയറി നടത്തിയിട്ട് വരും. കാരണം നല്ല മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വിടത്തില്ല. പിന്നെ ഇവിടം വരെ ഒന്ന് കണ്ടിട്ട് പോകാം. അപ്പോൾ അതേ നമ്മുടെ മനോഹരമായ പാണിയേരി പൂരിൻ്റെ വിശേഷങ്ങളാണെങ്കിൽ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരുമ്പോഴത്തേക്കൊന്ന് തിരക്കിയിട്ട് വരിക. നല്ല മഴയുള്ളപ്പോഴാണെങ്കിൽ വരാതിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് തിരക്കിയിട്ട് വരിക, കാരണം അങ്ങോട്ട് വിടത്തില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.